ഗായ്സ്, വെൽക്കം ടു ഗോകാച്ചി വ്ളോഗ്സ്. അപ്പോൾ ഞാനിന്നൊരു സ്റ്റേക്കേഷൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും അമ്മയും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കാറിൽ ഒറ്റയ്ക്ക് പോകാതെ ഞങ്ങളുടെ ജിമ്മിയിൽ അല്ല, ഞങ്ങൾ അച്ഛനെ എടുക്കാൻ പോവാണ്. അച്ഛൻ്റെ തറവാട്ടിലാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറെ കാറിൽ ഞാനും അമ്മയും അച്ഛനും കൂടി പോകും. ഓക്കെ ഗോഗു, വി വിൽ മിസ് യു. വീടൊക്കെ പൂട്ടിയില്ലേ ഭാഗ്യലക്ഷ്മി? വല നമ്മൾ രണ്ടുപേരും കൂടി പോണേ. സോ ഓക്കെ ഗൈസ്, കാണാം നമുക്ക്. ഗൈസ്, അമ്മ നേരെ തന്നെ പിന്നിലോട്ട് കള്ളി ഭർത്താവിനോട് ഫ്രണ്ടിലിരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പാക്കിൽ എൻജോയ് ചെയ്യുന്നു. 2.5 മണിക്കൂറാ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എത്തും. ഓക്കെ, അപ്പം അച്ഛനാണ് ഞങ്ങളുടെ ഇന്നത്തെ റൈഡർ. പോയിട്ട് വരാട്ടാ. ദാഹിച്ചപ്പോ നമ്മൾ വിചാരിച്ചു കരി കുടിക്കാന്ന്. ഗൈസ്, പാവാ മുത്തശ്ശനത് വെട്ടാളാ അല്ലേ? മുത്തശ്ശനത് വെട്ടാനുള്ള ആരോഗ്യം ഉണ്ടല്ലേ? അതെ, നമ്മളിങ്ങനെ ഇരുന്നാലും സത്യം. കൊള്ളാം, നല്ല കരിക്കമ്മ. അണ്ണ അത് വെട്ടുങ്കോ. പ്ലീപ്ലിയാണോ? അയ്യടാ പാവം. ഇത് വെട്ടാൻ പറയാം. വീടെടുത്ത ഡ്രസ്സിൽ കറയാവും നമ്മുടെ. നമ്മളൊരു 6 മിനിറ്റിൽ നമ്മുടെ റിസോർട്ടിൽ എത്തുന്നതാണ്. ഗൈസ്, ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കോയമ്പത്തൂർ പിടിച്ചു. യെസ്, ജാസ ലക്ഷറി റിസോർട്ട്. നേരെ പോണതാ ജാസാ. ഇതാണ് ആ വെള്ള കണ്ണനെ ടച്ച് നേരെ പോണട്ടാ. അതിന്റെ ഉള്ളിൽ പോണം നമ്മള്. ഇതാണ് ജാസ. മോനെ ജാസ എവിടെ? രാജ അമ്മ അവിടെ നല്ല ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കൊള്ളാം കൊള്ളാം. എൻട്രൻസ് പോലെയല്ല, ഇവിടെ എത്തിയപ്പോ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഹായ്, കമോൺ. ഇതാണ് അപ്പൊ നമ്മുടെ റിസപ്ഷൻ ഏരിയ. കള്ളൻ വെള്ളടിച്ചു തുടങ്ങി. സാലഡ് പറഞ്ഞു നമ്മൾ ആദ്യം. ഇതിന്റെ കൂടെ എന്തോ ഒരു പപ്പടം. അതേതാ ബ്രാൻഡ്? കൊള്ളാം. അപ്പം ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമൊക്കെ. ലൈറ്റിംഗ് ഒക്കെ കൊള്ളാം, നല്ലൊരു വൈബുണ്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കണം. അച്ഛൻ്റെ പൊറോട്ട വളരെ നല്ല. എനിക്ക് വേണ്ട, അച്ഛൻ കഴിച്ചു. കേരള പൊറോട്ട കൊണ്ട് ബൺ പൊറോട്ട കൊണ്ട് കൊടുത്തേക്കാം. ഞങ്ങൾ പാസ്തയൊക്കെ കഴിക്കും അല്ല അമ്മ? അമ്മ റൈസ് എങ്ങനെയുണ്ട് അമ്മ? ഫുഡൊക്കെ കൊള്ളാം. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ചോറും മീൻകറിയൊക്കെ കഴിച്ചാൽ നമുക്കൊരു സന്തോഷം. കീമ കഴിക്കട്ടെ. ഇനി നമുക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം അല്ല അമ്മ? നമ്മൾ റൂമിൽ ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ റൂമിൽ കിട്ടിയില്ല. It's not ready. Why? Showing 5,179. You need to check. ബില്ല് സൈൻ ചെയ്യാം. അച്ഛനെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കാം. എന്താ ചെയ്യാം? അതെ, റിച്ച്
ഫുൾ ട്രീറ്റ് എൻ്റെ വക. ഒന്നും നോക്കിയില്ല, എറിഞ്ഞു അങ്ങടല്ലേ അച്ഛനമ്മേനെ ഞാൻ കൊണ്ടുവരും. എനിക്കൊരു ജോലി കിട്ടിയിട്ടാ. ഓക്കെ ഓ ഇത് വേഗം ജോലി നോക്കുന്നു, വരും, നമ്മളൊരു ട്രിപ്പ് അടിക്കും. വാ നമുക്ക് ഇനി ചിന്തിക്കാം. വാ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കിളിയുടെ കളകളാരവം നിങ്ങൾ കേൾക്കുന്നില്ലേ? കിളിയൊക്കെ ഉണ്ട് നമ്മുടെ റിസോർട്ടിൽ. നമ്മൾ ആക്ച്വലി വിശന്നപ്പോൾ വേഗം നമ്മുടെ റെസ്റ്റോറൻറ്റ് വന്നു. അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കമോൺ അച്ഛാ, ഈ വഴി പോകാൻ പറ്റുമോ? ഈ വഴിയല്ലേ? അതിലെങ്ങനെ പോവാ? അതെ, അവിടേക്ക് അങ്ങോട്ട് കിടക്കും. അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകണ്ടേ എങ്ങനെയാണെന്ന് അറിയില്ല. മനസ്സിലാട്ടാ അച്ഛാ. ആ വാ പോവാ. ഇല്ല വാ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ മോൻസ്. 3 പെഗ് അടിച്ചതിന്റെ. പിന്നെ ഇന്ന് എന്റെ വക ട്രീറ്റ് ആയിട്ട് ഞാനാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഓക്കെ നിങ്ങൾ വിചാരിച്ചാ മതി അത്. ഞാൻ അതെ, എന്താ ചെയ്യാ. നമുക്ക് ഇതില് പോയാ മതി ടാച്ചാ. ഇതിന് പഗ്ഗിന്നല്ലേ പറയാ. ആ ഈ വഴി കയറാൻ പാ, ഈ വഴി പോവാം. ഇതാണ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ അമ്മ അച്ഛ അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഒരു അമ്മ അവിടെ ഇരുന്നു. അപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ കയറി വന്നത്. നമ്മുടെ കാർ എവിടെ? സോ നമ്മളിങ്ങനെ വന്നു. ഇതാ നമ്മൾ നേരെ റിസപ്ഷൻ. ഓക്കെ നമസ്കാരം. ഒരു ചേട്ടനോട് നമസ്കാരം പറയണ്ട. അങ്ങനെ നമ്മൾ കയറി. അതെ, ഫോട്ടോ എന്നിട്ട് എന്നൊറ്റയ്ക്ക് എടുത്തു തരണം കേട്ടോ. ഇറ്റ്സ് ഓക്കെ അമ്മ, നമുക്ക് കുറയ്ക്കാം. നമുക്ക് അവിടെ അമ്മ അവിടെ നിന്ന് ഫോട്ടോ നല്ല ഭംഗിയുണ്ടാവും ഈ ലൈറ്റിൽ. അവിടെ നോക്കാം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് അറിയാലോ നമുക്ക്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ബഗ്ഗി. അച്ഛൻ ഫ്രണ്ടിലിരുന്നു, ഞാൻ ഇങ്ങനെ ബാക്കിലിരിക്കാം. ഞാൻ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഓക്കെ തിരിയട്ടൊന്ന് നോക്കച്ചാ. അങ്ങനെ എടുക്കി, ബാക്ക് എടുക്കി. എന്തൊരു ഭംഗിയാ. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക് ബാക്ക്? ഇത് യാര്? ഇതൊക്കെ ഓണറാ? ഡാർസ മൗണ്ടൻ ക്വീൻ ആണോ അത്? ഓക്കെ അമ്മ നോക്ക് പിള്ളേരുടെ പൂള്. അമ്മ പിള്ളേരുടെ പൂള് നോക്കമ്മ. അയ്യോ, നമ്മുടെ മോനു കുഞ്ഞു തനുവിനെ മിസ് ചെയ്യുന്നത് കണ്ടപ്പോ. നോക്ക്, നമ്മള് റൂമിലേക്ക് പോണ വഴി എന്ത് രസാല്. തണുപ്പ് കൊള്ളാം, വളരെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റൂം ടൂർ നോക്കാം. 5114 നോക്കട്ടെ. Can I? അമ്മ ഇവിടെ നോക്കമ്മ, ഇങ്ങനൊരു ലോൺ ഏരിയ ഉണ്ട്. ഇവിടെ ഒരു കുട്ടി വാഷ്റൂം. ഇവിടെ ഇതാണ് നമ്മുടെ റൂം. ആൻഡ് ഇതൊരു വാഷ്റൂം. അമ്മ വാഷ്റൂമിലേക്ക് വരും പ്ലീസ്. ഇങ്ങനെ വരും. ഇത് വാഷ്റൂം ട്ടോ. എവിടെ നമ്മൾ കുളിക്കാനില്ല. ഓക്കെ അമ്മ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛനവിടെ ഓക്കെ വെറ്റ് പൂളാണല്ലേ, പൊളിച്ചു. അച്ഛാ
നമ്മുടെ പൂൾ സൈഡ്. ഓക്കെ, നമുക്ക് പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഇവിടേക്ക് അച്ഛാ ബാത്റൂമിലാണ് അച്ഛാ. എവിടെ വാഷ്റൂം? അതാ വാഷ്റൂം. നമ്മളിവിടെ കുളിക്കും. ഓപ്പണായിട്ടാ കുളി. നോക്കച്ചാ ഈ വഴി പോ, എന്നിട്ട് ലെഫ്റ്റിക്ക് കിടക്ക്. ആ കേട്ടോ, ഓപ്പണായിട്ട്. ഓ നാളെ പറയാം കേട്ടോ. വെറൈറ്റി. ആ ഇത് 3 പേരായോണ്ട് അവര് നമുക്ക് ഇത് സജസ്റ്റ് ചെയ്ത. അപ്പൊ ഞാനും അമ്മയും റൂമിലെ, അച്ഛൻ ഹാളിലെ. ഓ എനിക്ക് സോഫ മതി. അതെ കൊള്ളാം. സീറ്റൊക്കെ ഉണ്ട്. ഉഫ്, അടിപൊളി. കണ്ടില്ലേ ഇവിടെ ഇരുന്ന് ശരിക്ക് അന്ന് നമ്മള് മാലിയേക്കല് ഇത് അറിഞ്ഞില്ല അല്ലെ നമ്മള്. സൂപ്പർ ആയിട്ടുണ്ട്. അടി കമോൺ. ആ റൂമിന്റെ കീഴില് അത് ഇതല്ലേ അച്ഛാ? ആ എടുക്കാം വീറ്റം എടുക്കാട്ടാ. ഏതൊക്കെ ഇതെടുക്കണ്ട വരും അല്ലേ? ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് തരാം. എന്താ അവിടെ ചാഞ്ഞു നിക്കണേ ആ മരത്തുമ്മേ? ഫോട്ടോ എടുക്ക. നമ്മളിവിടെ ഫോട്ടോ സെക്ഷൻ. ആ ഞങ്ങളിവിടെ ഉണ്ടാവും. വാവ്, ശരിക്കൊരു തമിഴ്നാടാണെന്ന് നമുക്ക് പറഞ്ഞ്. ഓക്കെ, നമുക്ക് ഫോട്ടോ എടുക്കാം. ഇത് താമരയാണോ അമ്മ? അല്ല ആമ്പല തോന്നുന്നു. മീനൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു മീനുണ്ട്. ഇതാണ് നമ്മുടെ ടീ ടൈം ആണ്. അച്ഛൻ കഴിച്ചില്ല പക്കോട? ചായയും കഴിച്ചില്ല, കുടിച്ചില്ല? ഓക്കെ, ഇവിടെ ഇരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നു. ചായ കുടിച്ചിട്ടേ തോന്നുന്നു. അതന്നെ ഇവിടെയും നമുക്കിരിക്കാം കേട്ടോ. ആക്ച്വലി നല്ലൊരു ഏരിയ, നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റിസോർട്ട്. അതും കോയമ്പത്തൂരൊക്കെ ഇങ്ങനത്തെ റിസോർട്ട് ഉണ്ട് എന്ന് പറയുന്നത് കുറച്ച് അൺബിലീവബിൾ. അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോണേ, അതുകൊണ്ട് കോയമ്പത്തൂർ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. 2 കമിതാക്കൾ നടക്കുന്നു. ചേട്ടാ ചേച്ചി ഹണിമൂണിന് വന്നിരിക്കാണോ? അതെ അല്ലേ? ഓക്കെ, ആ വാലോ. വെറുതെ വായി നോക്കി നടക്ക. ഏയ് സിംഗിളാ. ജസ്റ്റ് ഇപ്പൊ ജനിച്ച് പെറ്റി. അതെ, അവനങ്ങനെയൊക്കെ പറയും. ഞങ്ങൾക്കൊരു മോനുണ്ടേ. ഓ, അവൻ ആലോചിച്ചു വേണ്ട. എന്തേ? അപ്പൊ അവനിതിന് നല്ലത് കിട്ടും. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ചേച്ചി. പ്രശ്നമാണ്. അതെ, കുറച്ച് വെയിലുണ്ട്, പക്ഷെ നല്ല ഫുൾ മരങ്ങളാണ്. നമുക്ക് ആ കാറ്റും സംഭവമൊക്കെ അറിയാം. ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് ചെയ്യാം. റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യട്ടെ. കുറച്ച് ബദാമൊക്കെ കഴിച്ച് ഇതൊക്കെ ലാസ്റ്റ് ബില്ല് വരുമ്പോൾ അച്ഛന് സന്തോഷം. കാഷ്യും കൂടി പൊളിച്ചാലമ്മ. സാൾട്ടഡ് ആൽമണ്ട്. ഓ എന്തത്, എന്ത് താല്പര്യമില്ല. അച്ഛൻ പൂളിലിറങ്ങിട്ടാ. അച്ഛനവിടെ ഇല പറക്കി കിടക്ക. പാട്ടൊക്കെ പാടി അച്ഛന്റെ കുളി. അച്ഛൻ പാട്ടൊക്കെ പാടിട്ടാ കുളിക്കണേ. തണുപ്പല്ല ചൂടുള്ള തണുപ്പാ? ജക്കൂസി ഒക്കെ ഇട്ടുണ്ട് അച്ഛാ? ആ
അമ്മ വരുന്നുണ്ട്, അമ്മ ഡ്രസ് ചെയ്യാൻ പോയിട്ടാ. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് വരാം വേണമെങ്കിൽ. ആവാം. എനിക്ക് ഇങ്ങനത്തെ ബീച്ചിൽ പോയാൽ ബീച്ചിൽ ഇറങ്ങാം. സ്വിമ്മിംഗ് പൂളിൽ വേറെ ഡ്രസ് ഇടണം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡ്രസ് ഇടാൻ ഇഷ്ടം. അത് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ നനയാം. പിന്നെ കുളിക്കണ്ടേ? എന്തിനാ വെറുതെ ഒരു മനുഷ്യ ഒരു ദിവസം കുളിച്ചാൽ പോരെ അല്ലേ? എന്തായാലും അച്ഛൻ നനഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി എല്ലാവർക്കും കുളിച്ച് കയറാം അല്ലേ? അങ്ങനെയാണല്ലോ. പക്ഷേ ഈ വീഡിയോ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അച്ഛനും അമ്മയും എന്നെ കൊണ്ടുപോകാൻ തോന്നിയില്ല അച്ഛന്. എനിക്ക് കുറേ ഹാപ്പിയായി. വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും. ഐ എം സോ ഹാപ്പി. ഗോകുവിൻ്റെ അടുത്തും താങ്ക് യു പറയണു, അച്ഛൻ്റെ അമ്മയുടെ അടുത്തും താങ്ക് യു പറയണു. എനിക്കാണെങ്കിൽ നീന്താനേ അറിയില്ല. അമ്മയ്ക്കും അച്ഛൻ നന്നായി നീന്താൻ അറിയാം. അപ്പം അമ്മ എന്നെ നീന്തിപ്പിക്കുകയായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സംസാരിച്ചു ഇരുന്നു. പിന്നെ കുളിച്ച് കയറി. ഇങ്ങനെ മലനിരകൾ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ഈവനിങ് ടൈമിൽ. എല്ലാവരും വീട്ടിലത്തെ വേഷമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അച്ഛൻ അപ്പോഴും മോഡേൺ ആട്ടോ. അമ്മ മാക്സിമം കേട്ടോ. കൊള്ളാം. ഓക്കെ, അടുത്ത സോഡപ്പ് വരും. ഗോകുലല്ലോ, ഇത് വ്ളോഗാണ്. സോ നമ്മൾ വിചാരിച്ചു ഈവനിങ് ആയിട്ട് കുറച്ച് കേക്ക് കഴിക്കാം. അപ്പം എന്തായാലും വെച്ചിരിക്കണം, കേക്ക് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ. ലോട്ടസ് കഴിക്കട്ടെ ഞാനമ്മ. ഞാൻ വ്ളോഗ് എടുക്കുന്നവർക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. കുഴപ്പമില്ല. സലോൺക്ക് ഫ്രൂട്ട് ബാസ്കറ്റ് ആണ്, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കിവി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. അമ്മ ഫുള്ള് കഴിച്ചു അല്ലേ? 3 പീസ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട, ഇനി എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട. എനിക്കുള്ള ബെഡല്ല, അച്ഛനുള്ള ബെഡ്. ഞാനും അമ്മയും ബെഡില്, അച്ഛൻ മറ്റേ ബെഡില്. പൈസ കൊടുക്കുന്ന ആൾക്ക് കിടക്കാവുന്നതാണ് മഗ് ബെഡല്ല. അല്ല കേട്ടാ, സമ്മതിക്കില്ല കേട്ടാ. എന്റെ ഭർത്താവില്ലാത്തതാ. നിങ്ങളെ ഒരുമിച്ച് ഞാൻ കിടക്കാൻ പാടില്ല. ഓ, നമ്മുടെ ഈവനിങ് ബ്യൂട്ടി ഓഫ് ഡാർസ റിസോർട്ടാ. നല്ല തണുപ്പുണ്ടല്ലേ. ഗൈസ്, ഡിന്നർ അടിപൊളിയായിരുന്നു. വീടെടുക്കാൻ പറ്റില്ല. ഇല്ല കേട്ടാ, അച്ഛന്റെ ബെഡ് കൊള്ളാം. വാ അച്ഛൻ. പിന്നെ ഞാനും അമ്മയും ബെഡില്. പൊട്ട ബെഡാച്ച വലിയ രസമൊന്നുമില്ല. ഇതാവുമ്പോ സൂപ്പറാ, നല്ലത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കലാപരിപാടി. ഫുഡ് അടിച്ചു. ആണോ? കിടക്കണു. നമ്മൾ കിടക്കണേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു. നാളെ നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കറങ്ങുന്നു, ചുമ്മാ അതൊക്കെ തന്നെ. പക്ഷെ നല്ലൊരു അടിപൊളി സ്ഥലം. കോയമ്പത്തൂർ വരുന്നവർക്ക് ഇവിടെ വരാം. ഇവിടെ കോയമ്പത്തൂർ വരുന്നവരല്ല, ആർക്കാണെങ്കിലും വരാം. നല്ലൊരു സ്ഥലം. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം അല്ലേ? തരാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പക്ഷി പറഞ്ഞു കണ്ടിട്ട് സമയം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോഴാണ് അവിടെ ഞാൻ എൻ്റെ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ പഴം കഞ്ഞി. ഇവിടെ പഴയ സോറ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നല്ല മുളകും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതും കഴിക്കാം. പിന്നെ ഒരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് കേട്ടോ. റവ ഉപ്മാവ് എല്ലാം ഉണ്ട്. കണ്ടില്ലേ നമ്മുടെ പഴയ സോറ്. അതിൻ്റെ കൂടെ മാങ്ങ, ഉപ്പിലും മുളകിലും ഇട്ടത്, പിന്നെ ഒരു പച്ചമുളക് നമ്മളെടുത്ത് ആണെങ്കിൽ ഒരു പച്ചമാങ്ങ എടുക്കാം രസത്തിന്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റിച്ച് ആയിട്ടുള്ളൊരു പഴഞ്ചോറാണ്. അത് നന്നായി, എന്തായാലും ഇഷ്ടപ്പെട്ടു.
ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഭംഗിയുണ്ട്. ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങായിരിക്കാം. ഈ 10-28 ഏക്കറൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഫുള്ള് ഇങ്ങനെ പ്ലാന്റ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു നിങ്ങളിത് കാണണം. ഒരു ന്യൂസ് ഞങ്ങൾ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ സായി പല്ലവിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്, സായി പല്ലവിന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഇവരുടെ ഇവിടെ ആയിരുന്നു. ഇവരുടെ ഈ ഓപ്പൺ ഏരിയയിലായിരുന്നു. സായി പല്ലവി അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. സായി പല്ലവിങ്കതാ സായി പല്ലവിയുടെ വീട് ഇവിടെ അത്രേ. എനിക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. കണ്ടോ എന്താണ് അടിക്കടി ഇങ്ങനെ റെസ്റ്റോറന്റിൽ വേറെ. ഓ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ. കൊള്ളാം. കുറച്ചുകൂടി ഡെവലപ്ഡ് ആവാണ്ട്, ഐ മീൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ പാർക്കിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളു. പ്ലേ ഏരിയ അതൊക്കെ തന്നെ. ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് വരുന്നുണ്ട് ഇവിടെ. സോ അപ്പൊ പുറമെ ഉള്ളവർക്കും വന്നിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങള് റൂം വിട്ട് ഇറങ്ങി. ബൈ. നല്ല റൂമായിരുന്നു. അതെ. അപ്പോ അച്ഛൻ ഓൾറെഡി പോയി. നമ്മള് ജോലിയായ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി എന്റെ ട്രീറ്റ് അമ്മ അച്ഛൻ, അവിടെ അമ്മ അച്ഛൻ മനുവേട്ടനെടുത്തി അവരുണ്ടെങ്കിൽ അപ്പുചേട്ടൻ അമ്മ അവരുണ്ടെങ്കിൽ എല്ലാവർക്കും എന്റെ ട്രീറ്റ്. അങ്ങനെ ജോലി ദൈവം തരട്ടെ അല്ലേ. അപ്പൊ ഓക്കെ നമ്മള് ബഗ്ഗിയിലിരിക്കട്ടെ. ഞാൻ ഇവിടെ കാണിക്കാം. അമ്മേ അച്ഛനെ പിന്നെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. ഞാൻ ബഗ്ഗിന്ന് പറയുന്നത് നല്ല രസമാണ് ബഗ്ഗിയിൽ ഇങ്ങനെ പോവാൻ അല്ലേ. ഇനി ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഹായ് ദേവത ബൈ അല്ലേ മാം. പർച്ചേസിങ് ഇല്ല ചെറിയ രീതിയിൽ, കുറച്ച് വലിയ രീതിയിലല്ലേ വേണമെങ്കിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നല്ല ഒരു സ്റ്റേക്കേഷൻ ആയിരുന്നു. എല്ലാവരും മിസ് ചെയ്തിട്ട് നമ്മൾ മനാട്ടൻ ഫാമിലി ഗോപി എല്ലാവരും മിസ് ചെയ്തു. ഇനി എല്ലാവരും വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ.